കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായ ദുരന്തം വരുത്തിവെച്ചതെന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളായ പീതാംബരനെയും ഗോകുലിനെയും അനുമതിയോടെയാണ് ഉത്സവത്തിന് കൊണ്ടുവന്നതെങ്കിലും എഴുന്നള്ളിപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ചു. ഉത്സവം നടത്തിപ്പുകാർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ടാണ് ഉദ്യോഗസ്ഥർ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചത്. നമുക്കിപ്പം ഈ ക്ഷേത്രത്തിൽ നൽകിയിട്ടുള്ള അനുവാദം റദ്ദാക്കി കേസെടുക്കും, അന്വേഷണം നടത്തും, പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കർശനമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വയലേഷൻ നമ്മൾ നടന്നിട്ടുണ്ട് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നാട്ടാന പരിപാലന ചട്ട നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന ചോദ്യത്തോടെയാണ് അപകടത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം ഹാജരായി വിശദീകരണം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വനം വകുപ്പും വിശദീകരണം നൽകണം. ആനകളുടെ യാത്രാ വിവരങ്ങൾ, ഭക്ഷണം, ആരോഗ്യം തുടങ്ങിയവ ഹാജരാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവത്തിന്റെ സമാപന ദിവസത്തിലാണ് അപകടമുണ്ടായത്. ആനകളെ എഴുന്നള്ളിക്കുന്നതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വാദം. 2 വരവുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ പടക്കം പൊട്ടിച്ചതിൽ ക്ഷേത്രത്തിന് പങ്കില്ലെന്നും ഭാരവാഹികൾ. ആനകൾ നമ്മൾ ശരിക്കും 3 മീറ്റർ 4 മീറ്റർ അകലം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. ആനയ്ക്ക് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനയാണ്, 2 ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നും പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ആനയെ ബുക്ക് ചെയ്തത്. മാത്രമല്ല ഉത്സവാഘോഷം നമ്മൾ കൃത്യമായിട്ട് ഇൻഷൂർ ചെയ്തിട്ടുണ്ട്. കമ്പ വടം വെച്ച് നമ്മൾ കൃത്യമായിട്ട് ആളുകളിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് കൃത്യനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അമ്പലമായിട്ട് ചുറ്റുപാടിലും വരാം, പടക്കം പൊട്ടിക്കാൻ പാടില്ല, അതിനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളതാണ്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതികരണത്തിന് പിന്നാലെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നാളെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.